imagine a studio. ഒന്ന് ആലോചിച്ചു നോക്കൂ. മുറി എക്ദം നിശബ്ദമാണ്. ഒരനക്കവുമില്ല, ഒരു ശബ്ദവും പോലുമില്ല. പക്ഷേ നിങ്ങളുടെ തലയ്ക്കകത്ത് അവിടെ ഒരു രക്ഷയുമില്ലാത്ത ബഹളമാണ്, അല്ലേ? ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പഴയ ഓർമ്മകൾ, പിന്നെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, എല്ലാം കൂടെ ഒരു രക്ഷയുമില്ലാത്ത സംസാരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചുറ്റുമുള്ള ലോകം മൊത്തം സൈലന്റ് ആവുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും ശബ്ദം കൂടുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ചിന്തകളുടെ കുരുക്കിനെക്കുറിച്ചാണ്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ നിശ്ശബ്ദതയ്ക്ക് ഇത്രയധികം ശബ്ദം എന്ന് നമുക്ക് തോന്നുന്നത്? അതിന് പിന്നിൽ വളരെ ലളിതമായൊരു കാരണമുണ്ട്. സത്യത്തിൽ സംഭവിക്കുന്നതിതാണ്. നിങ്ങളുടെ ചിന്തകളുടെ ശബ്ദം കൂടിയതൊന്നുമല്ല. ആ ചിന്തകളൊക്കെ എപ്പോഴും അവിടെ തന്നെയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബഹളങ്ങൾ ഇല്ലാതായപ്പോൾ നിങ്ങൾ ആദ്യമായി ആ ചിന്തകളെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. അത്രയുള്ളൂ. ഇതിനെ നമുക്ക് നിശബ്ദതയുടെ തീവ്രത എന്ന് വിളിക്കാം. പുറത്തുനിന്നുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതാവുമ്പോൾ പിന്നെ നമുക്ക് കേൾക്കാൻ ആകെ ബാക്കിയുള്ളത് നമ്മുടെ മനസ്സിന്റെ ശബ്ദം മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഭയങ്കര ഉച്ചത്തിലാണെന്ന് നമുക്ക് തോന്നും. ഈ വ്യത്യാസം നമ്മൾ എന്നും അനുഭവിക്കുന്ന ഒന്നാണ്, അല്ലേ? പകൽ സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോലി, ആളുകളുമായിട്ടുള്ള സംസാരം, ഫോൺ, അങ്ങനെ പലതരം ശബ്ദങ്ങൾ. എന്നാൽ രാത്രിയിലോ ഇതെല്ലാം നിൽക്കുന്നു. അപ്പോൾ മനസ്സിന് അതിൻ്റേതായൊരു സ്പേസ് കിട്ടുന്നു. ചിന്തകൾക്ക് കയറി വരാൻ ധാരാളം സമയവും കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ രാത്രിയിലെ ചിന്താപ്രവാഹം എന്ന് പറയുന്നത്. അതായത് പകൽ സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളില്ലേ, അതൊക്കെ നമ്മുടെ തലച്ചോറ് രാത്രിയിലെടുത്ത് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് ഇത്രയും ചിന്തകൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്കിതൊരു അറ്റാക്ക് പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പുറമേയുള്ള കാര്യങ്ങൾ. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ശരിക്കും എന്താണ് നടക്കുന്നത്? എന്തിനാണതെങ്ങനെ ചെയ്യുന്നത്? ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. നമ്മുടെ തലച്ചോറിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ്. അതൊരു പ്രോബ്ലം സോൾവിംഗ് മെഷീൻ പോലെയാണെന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം പൂർത്തിയാവാതെ, അതിലൊരു തീരുമാനമാവാതെ വരുമ്പോൾ നമ്മുടെ തലച്ചോർ എന്ത് ചെയ്യുമെന്നറിയാമോ? അതൊരു ഉത്തരം കിട്ടുന്നതുവരെ ആ ചിന്തയെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു ലൂപ്പ് പോലെ. ഇതിനെയാണ് അനിശ്ചിതത്വത്തിന്റെ വലയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഓർക്കുക. ഓവർ തിങ്കിങ് ഒരു കുറവോ ബലഹീനതയോ അല്ല. അപകടങ്ങൾ ഒഴിവാക്കി നമ്മളെത്തന്നെ സുരക്ഷിതരാക്കാൻ നമ്മുടെ തലച്ചോറ് നടത്തുന്ന ഒരു ശ്രമം മാത്രമാണത്. സ്വയം കുറ്റപ്പെടുത്തുന്നതിനു പകരം നമ്മുടെ തലച്ചോർ എന്തിനാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമം ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു പാരയാവാറുണ്ട്. അതെങ്ങനെയാണ് ചിന്തയും ഭയവും ചേർന്ന് സ്വയം ശക്തിപ്പെടുന്ന ഒരു വലയമായി അല്ലെങ്കിൽ ഒരു ലൂപ്പായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓവർ തിങ്കിങ്ങിന് ഇന്ധനം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വികാരങ്ങളാണ്. ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ അതിനോട് ഭയത്തോടെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ തലച്ചോർ അതിനെ ഒരു അപകടമായി കാണും. എന്നിട്ട് ആ അപകടത്തെ നേരിടാൻ വേണ്ടി കൂടുതൽ ചിന്തകൾ ഉണ്ടാക്കിത്തരും. അപ്പോൾ ഈ ലൂപ്പ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമതായി ഒരു ചെറിയ ചിന്ത വരുന്നു. രണ്ടാമതായി നമ്മളതിനെ ഭയത്തോടെ സമീപിക്കുന്നു. മൂന്നാമതായി ആ ഭയം തലച്ചോറിന് ഒരു ഡേഞ്ചർ സിഗ്നൽ കൊടുക്കുന്നു. അതോടെ തലച്ചോറ് നമ്മളെ രക്ഷിക്കാനായി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തകളുണ്ടാക്കാൻ തുടങ്ങും. ഇതോടെ ആ വലയം പൂർത്തിയായി. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ചിന്തകൾക്ക് ഒരു കൺട്രോളുമില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ പ്രയോറിറ്റി മാറുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ഹൈ അലർട്ട് മോഡിലേക്ക് പോകും. ചുറ്റും എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ എന്ന് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ ചിന്തകൾ വെറുതെ തലയിൽ ഒതുങ്ങുന്നൊന്നല്ല. നമ്മുടെ ശരീരത്തിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്ന് നെഞ്ചിലൊരു ഭാരം തോന്നുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സ് അതിനൊരു കാരണം കണ്ടെത്താൻ ഓടി നടക്കും. അയ്യോ, എനിക്കെന്തെങ്കിലും അസുഖമാണോ? ഈ ഒരു ചോദ്യം മാത്രം മതി പുതിയൊരു കൂട്ടം ചിന്തകൾക്കും ടെൻഷനും കാരണമാകാൻ. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ചേർന്ന് പുതിയൊരു ലൂപ്പുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുവെച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? നമ്മുടെ തലച്ചോറ് നമ്മുടെ ശത്രുവല്ല, മറിച്ച് അതൊരു സംരക്ഷകനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾക്ക് ഇത്രയും ശബ്ദം വയ്ക്കാൻ കാരണം ഇതാണ്. ഒന്ന്, നിശബ്ദത നിങ്ങളുടെ ശ്രദ്ധയെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് തിരിക്കുന്നു. 2, പൂർത്തിയാകാത്ത കാര്യങ്ങൾക്ക് ഒരു ഉത്തരം വേണമെന്ന് നിങ്ങളുടെ തലച്ചോറിന് വാശിയുണ്ട്. 3, നമ്മുടെ ഭയം ആ ചിന്തകൾക്ക് വീണ്ടും വീണ്ടും എനർജി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരം തരുന്ന സിഗ്നലുകളും ഇതിനൊരു കാരണമാകുന്നു. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഈ അമിത ചിന്ത എന്ന് പറയുന്നത് ഒരു അപകടമല്ല.
അത് ചുറ്റുമുള്ളതെല്ലാം മനസ്സിലാക്കി എല്ലാ സാധ്യതകളും പരിശോധിച്ച് നിങ്ങളെ എങ്ങനെയെങ്കിലും സുരക്ഷിതരാക്കാൻ ശ്രമിക്കുന്ന ഒരു തലച്ചോറിന്റെ പ്രവർത്തനം മാത്രമാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ ഒന്നോർത്തു നോക്കൂ. അവ നിങ്ങളെ ആക്രമിക്കുകയല്ല, അവ എന്തിനോ വേണ്ടിയുള്ള ഉത്തരങ്ങൾ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തെ മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥ സമാധാനമുള്ളത്.